Meet the editors. CJPയുടെ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുമോ എന്നതാണ് ചോദ്യം. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും. PR സുനിൽ, NTAയിൽ അഴിച്ചുപണി വന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പ്രധാനമന്ത്രിക്ക് രാജ്യത്തോട് പറയേണ്ടി വന്നിരിക്കുന്നു, വിപ്ലവകരമായ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു, കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. ഇന്ന് ചർച്ച ഏകദേശം പരാജയപ്പെട്ടു എന്നാണ്. പക്ഷേ അപ്പോഴും നാളെ വരെ സമയം ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അതിൽ മാത്രമാണ് ഉടക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാ കണ്ടീഷനും CJP മുന്നോട്ട് വെച്ചത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. കർഷക സമരത്തിനു ശേഷം ഇങ്ങനെ ഈ സമരം ചെയ്യുന്നവർക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുന്നു എന്ന ലക്ഷണം വരുന്നത് ഇതാദ്യമാണ്. പക്ഷേ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യകാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ NTAയിലെ 47 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആന്റി പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. കീഴടങ്ങുന്നതിന്റെ ലക്ഷണമാണോ PR സുനിൽ? കീഴടങ്ങുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ ഈ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ആരെയൊക്കെയാണ് പിരിച്ചുവിട്ടത്? അവരുടെ പേര് വിവരം എന്താണ്? അവരെന്തൊക്കെ ചുമതലകളാണ് വഹിച്ചത്? അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ഇനി ഈ ഉദ്യോഗസ്ഥർക്ക് ഈ പരീക്ഷ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയത് ആരാണ്? ഇത് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ആ മേൽനോട്ടം വഹിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് ഈ വകുപ്പിൻ്റെ മന്ത്രിക്കായിരിക്കുമല്ലോ. ആ മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണല്ലോ. അദ്ദേഹമാണല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണല്ലോ ഈ വിദ്യാർത്ഥികൾ ഈ തെരുവിൽ കിടക്കുന്നത്. ഈ രാവും പകലുമില്ലാതെ മഴയും വെയിലും കൊണ്ട് ഈ കൊടും ചൂടിൽ അവർ ഈ ജന്തർ മന്ദറിലെ തെരുവിൽ കിടക്കുന്നത് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണല്ലോ. അപ്പോൾ ആ രാജി ആവശ്യപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ തെരുവിൽ കഴിയുമ്പോൾ ആ രാജി ആവശ്യപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി അവരെ അതിക്രൂരമായി ദില്ലി പോലീസ് മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണല്ലോ വരുന്ന വിവരം. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങൾ വരുന്നു. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്നതിൻ്റെ RAF വെടിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് പുറത്തു വന്നു. അതിൻ്റെ ചിത്രങ്ങളടക്കം ഇന്ന് പുറത്തു വരികയാണ്. രാഹുൽ ഗാന്ധി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിന് തെളിവായി പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചുള്ള വെടിയേറ്റ് പരിക്കേറ്റ ഒരു യുവാവിനെയും കൊണ്ടിന്ന് വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ഈ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തെ കേന്ദ്ര സർക്കാർ നേരിട്ടത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ മുറിവുകൾ കൊണ്ട്, അതിൻ്റെ വേദനകൾ കൊണ്ട് അവരിപ്പോഴും ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം തുടരുകയാണ്. അപ്പോഴാണ് 47 ഉദ്യോഗസ്ഥരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വരുന്നത്. വലിയ ചരിത്ര പ്രഖ്യാപനമായിട്ടാണ് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത്. ഇതൊരു ചരിത്ര പ്രഖ്യാപനമാണോ? ഇത് വീഴ്ച പറ്റിയാൽ നടപടിയെടുക്കുക. ഇത് എപ്പോഴാണ് നടപടിയെടുക്കേണ്ടത്? ഇത് വീഴ്ച പറ്റിയ ഉടനെ നടപടിയെടുക്കേണ്ടി വരും. പക്ഷേ ഈ നടപടിയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നു? എത്ര വിദ്യാർത്ഥികളുടെ ജീവൻ ബലികഴിക്കേണ്ടി വന്നു? നോക്കൂ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കുന്നു, 20-ലധികം വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുണ്ടായി. ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഈ 47 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പിരിച്ചുവിട്ടതിലൂടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്വസിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ, ഹിന്ദി ദിനപത്രങ്ങളൊക്കെ എഡിറ്റോറിയൽ എഴുതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതല്ല എങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികളൊക്കെ ആവശ്യപ്പെടുന്നത്. ഞാനിന്ന് ജന്തർ മന്ദറിലെ ഈ സമരവേദിയിലൂടെ, സമരപ്പന്തലിലൂടെ, സമരം നടക്കുന്ന ആ റോഡിലൂടെ നടന്നപ്പോൾ അവിടെ എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ പ്ലക്കാർഡുണ്ട്. ആ പ്ലക്കാർഡിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രമുണ്ട്. ആ ചിത്രത്തിന് കീഴിൽ എഴുതി വെച്ചിരിക്കുന്നത് രാജിവെക്കൂ, ഇറങ്ങിപ്പോകൂ, രാജിവെക്കൂ, പുറത്താക്കൂ എന്നാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഇവിടെ സമരം നടത്തുന്ന, ഈ സമരത്തിന് പിന്തുണ നൽകുന്ന, ഈ സമരത്തിനൊപ്പം നടക്കുന്ന എല്ലാവരുടെയും ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രാഥമികമല്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനെ അതേസമയം രാജിവെപ്പിക്കില്ല എന്നാണ് BJP പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ വിട്ട് ഒരു കളിയുമില്ല എന്നാണ് കേന്ദ്ര മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് CJPയുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രി JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരൊക്കെ തന്നെ നാളെ ഉച്ചവരെ സമയം ചോദിച്ചിരിക്കുകയാണ് CJP പ്രതിനിധികളോട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അവിടെ തിരുത്തൽ വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ BJPക്ക് തിരുത്തൽ വരുത്തേണ്ടി വരും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് വലിയ തോതിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും തിരിച്ചടിക്കാൻ പോവുകയാണ്.
തിരിച്ചടിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പ്രതിഷേധ രംഗത്ത് കാണുന്ന വിദ്യാർത്ഥികളെ നോക്കിയാൽ അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികളല്ല, അവരേതെങ്കിലും കൊടിയുടെ നിറം നോക്കി വന്നിട്ടുള്ള വിദ്യാർത്ഥികളല്ല. അവരെ കബളിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്വയം കബളിപ്പിക്കപ്പെടുന്നു എന്ന തോന്നലിൽ നിന്ന് ഇവിടെ സമരത്തിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവരെ തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നോക്കൂ, ഇവിടെ ഈ സമരത്തെ ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള ഒരു നീക്കം പ്രധാനമായും കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതാണ് ഇതൊരു പ്രതിപക്ഷ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന നിലയിലേക്ക് കേന്ദ്രമന്ത്രിമാരും BJPയും ഒക്കെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഇവിടെ വിദ്യാർത്ഥികൾ തന്നെ ആവശ്യപ്പെടുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നത്. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് CJPയുടെ അഭിജിത് ദീപ്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തൊക്കെ നടപ്പാക്കിയാലും ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു, നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു. ആ നിയമ ഭേദഗതിയിൽ പറയുന്നത് ചോദ്യപേപ്പർ ചോർത്തിയാൽ ഇനി 10 വർഷം കഠിന തടവും 10 കോടി രൂപ പിഴയും എന്ന് പറയുന്നു. നിലവിൽ തന്നെ നിയമമുണ്ടെന്ന് 2024 കൊണ്ടുവന്നിട്ടുള്ള നിയമം അനുസരിച്ച് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് പ്രകാരം തന്നെ നിലവിൽ 5 മുതൽ 10 വർഷം വരെ ശിക്ഷയുണ്ട്, 10 കോടി രൂപ വരെ പിഴ ചുമത്താം. അപ്പോൾ നിലവിൽ തന്നെ നിയമമുണ്ട്. നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നിയമം നടപ്പാക്കാത്തത് കൊണ്ടാണ്. നിയമം നടപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മന്ത്രി നിർവഹിച്ചില്ല എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം യോഗ്യനായ ഒരുപാട് മേഖലകളുണ്ട്. അത് അദ്ദേഹം നല്ല തെരഞ്ഞെടുപ്പ് മാനേജറാണ്, അദ്ദേഹം നല്ല ഫണ്ട് മാനേജറാണ്, അദ്ദേഹം കോർപ്പറേറ്റുകളുമായി നല്ല അടുപ്പമുള്ള മാനേജറാണ്. നമുക്കറിയാലോ, ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ ഉജ്ജ്വല പദ്ധതിയൊക്കെ തന്നെ വളരെ ഭംഗിയായി നടപ്പാക്കിയ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ, ആ വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മോദിക്കും അമിത്ഷായ്ക്കും അദ്ദേഹത്തിൻ്റെ വലങ്കയായി നിൽക്കുന്ന ഒരു നേതാവ് തന്നെ എവിടെ വേണം. കാരണം നമുക്കറിയാലോ NEP എങ്ങനെയാണ് നടപ്പാക്കുന്നത്, RSSന്റെ ഒരു വിദ്യാഭ്യാസ അജണ്ട തന്നെയാണ്, ആ അജണ്ടയാണ് നടപ്പാക്കിയത്. അപ്പോൾ അതിന് കറകളഞ്ഞൊരു RSSകാരൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കണം എന്നുള്ളത് BJPയുടെ നയമായിരുന്നു. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാനിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള പല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ചരട് വലിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ, ഇലക്ഷൻ മാനേജർ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെയൊക്കെ തിരക്കാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം നോക്കാനുള്ള സമയം തീരെയില്ലാത്തൊരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഇതുപോലെയുള്ള വലിയ വീഴ്ചകൾ ഉണ്ടായത്. അവിടെ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, ഇതൊന്നും ഈ ഒരു പ്രശ്നമല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഈ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് വിദ്യാർത്ഥികൾ ആ നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഇത് പ്രതിപക്ഷം വലിയ വിഷയമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഇത് തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾക്ക് പുതിയൊരു രാഷ്ട്രീയ ഗ്രിപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന ഒരു മുന്നേറ്റം കൂടിയായി മാറുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിന് തീർച്ചയായും നമ്മൾ മുൻപ് കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഇവിടെയും കേന്ദ്ര സർക്കാരിന് കീഴടങ്ങേണ്ടി വരും. കീഴടങ്ങിയില്ല എങ്കിൽ ഇത് കീഴടക്കുന്ന ഒരു സമരമായി മാറാനുള്ള സാധ്യതയും ഞാൻ കാണും. താങ്ക് യു. PR സുനിലാണ് വിവരം നൽകിയത്. കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് PR സുനിൽ പറയുന്നു, ഇത് കീഴടങ്ങുന്നതിൻ്റെ സൂചനയായി ആദ്യഘട്ടത്തിൽ കാണാൻ കഴിയുമോ എന്നത് തീർച്ചയില്ല എന്നതാണ്. കീഴടങ്ങുമോ കേന്ദ്ര സർക്കാർ എന്നതാണ് ചോദ്യം. മധു, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്താണ് അടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം എത്തുന്നത്. എവിടെ പാർലമെന്റിൽ ഇതുവരെ പ്രതിപക്ഷത്തിന് മുഖം കൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി എക്സിൽ ട്വീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ നോക്കുകയായിരുന്നു, NTയിൽ അതിന് പെർമനന്റ് ആയിട്ടുള്ളത് എത്ര സ്റ്റാഫാണെന്നറിയുമോ? 39-ൽ ഇപ്പോഴുള്ളത് 24 പേർ മാത്രം. അപ്പോൾ ബാക്കി പിരിച്ചുവിട്ടിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് വലിയ കാര്യമായി പറയുന്നത്. കീഴടങ്ങുമോ എന്നതാണ് ചോദ്യം. അർദ്ധരാത്രിയിൽ ഉറക്കം എഴുന്നേറ്റൊരു കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തിലെ വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കേണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അർദ്ധരാത്രി, എന്നിട്ട് അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നരേന്ദ്രമോദി ആ ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ ആംഗിൾ ജനങ്ങളോട് സംവദിക്കുന്നത്, എങ്ങനെയാണ് ഒരു വലിയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഭരണകൂടം എന്നതിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ വളരെ വ്യക്തിപരമായ അപ്രോച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എക്സിൽ 13 മില്യൺ ആളുകൾ ഇത് കണ്ടത് തുടങ്ങിയ ക്യാപ്സ്യൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇന്ത്യയിലേക്കാണെന്നറിയാമോ? കുറേയേറെ മനുഷ്യർ, എണ്ണാൻ കഴിയാവുന്നതിലും ഏറെ മനുഷ്യർ
ആർക്കൊക്കെയോ വേണ്ടി ഒരുപക്ഷെ പേര് പോലും അറിയാത്ത 10-20 കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനും ജീവനും വേണ്ടി തെരുവിൽ കിടന്ന് പോലീസിന്റെ അടി വാങ്ങുന്ന അതേ ഇന്ത്യയിലേക്കാണ് ഈ അൽഗോരിതത്തിന്റെ കണക്കുകൾ വരുന്നത് എന്നത് തമാശയാണ്, പരിതപിക്കേണ്ടുന്ന തമാശയായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു സർക്കാർ പൊടുന്നനെ ഈ ഉണ്ടിരിക്കുമ്പോൾ ഉള്ളുവിളി ഉണ്ടാകുന്നത് പോലെ വന്നതല്ല. എപ്പോഴാണ്? ഇന്നലെ രാത്രി 12 മണിയായിട്ടും ഉറക്കം വരാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നൽകേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? ഇന്നലെ ഗാന്ധി സ്മൃതിയിലേക്ക്, ആ പേര് പേടിപ്പിക്കുന്ന ഒരു പേരാണ്, ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ ഒരു യാത്ര, അത് ഉറങ്ങാൻ അനുവദിക്കാത്ത ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സമരത്തെ പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന വീഡിയോ പുറത്തിറങ്ങുന്നത്. എന്നിട്ട് ഇന്ന് പാർലമെന്റിൽ കിരൺ റിജിജു പറയുകയാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. പ്രധാനമന്ത്രിക്ക് രാജ്യത്തോട് വിശദീകരിക്കാൻ എക്സ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യുമായിരുന്നു? അദ്ദേഹം പാർലമെന്റിൽ വരുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. അദ്ദേഹം ഈ കാര്യത്തിൽ ജനങ്ങളോട് പാർലമെന്റിലൂടെ സംവദിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് ഈ കാര്യത്തിൽ സംവദിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. എക്സിന്റെ ഗുണം എന്താണ്? തിരിച്ചു ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ കമന്റുകൾ വായിച്ച് മറുപടി പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല എന്നിടത്താണ് അദ്ദേഹം ആ പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് അഭിരമിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ആരെങ്കിലും മുന്നിൽ വന്ന നരേന്ദ്രമോദി ഇരുന്നാൽ ഇത് ചോദിച്ചു കളയും എന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് പറയുന്നത്. എന്നിരുന്നാൽ പോലും ചോദ്യത്തിനുള്ളൊരു സാധ്യത പോലും ഇല്ലാതെ പോകുന്നു എന്നിടത്താണ് എക്സ് കൂടുതൽ പ്രിവിലേജ്ഡ് ആകുന്നത്, എക്സ് കൂടുതൽ സൗകര്യപ്രദമാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. എന്തിനാണ് പാർലമെന്റ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് വിഷയത്തിലാണ് രാഷ്ട്രീയ ചർച്ച ഉണ്ടാകേണ്ടത്? അവിടെ പ്രധാനമന്ത്രിക്ക് സംവദിക്കാനില്ല. പ്രധാനമന്ത്രി ഒരു എക്സ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ രാഹുൽ ഗാന്ധി പത്തറ്റിക് മിഡ് നൈറ്റ് വീഡിയോ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജ്യത്തോടൊന്നും പറയാനില്ല, പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതില്ല, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നെങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ സംവിധാനത്തിന് യാതൊരു ഈ പറയുന്ന നാണക്കേടുമില്ലാതെ പാർലമെന്റിൽ വന്നെന്ന് പറയാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടോ ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്പീക്കർ ന്യായീകരിക്കുന്നുണ്ട് ഈ പറയുന്ന തീരുമാനങ്ങളെ. അപ്പോൾ അവിടെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് രാവിലെ വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് അദ്ദേഹം നീര് വാങ്ങി കുടിച്ച സമരം അവസാനിപ്പിക്കുമ്പോൾ അപ്പോൾ നീറ്റ് പുനഃപരീക്ഷ നടത്തിയിട്ടില്ലേ? ഒന്നാമത്തെ സൗകര്യം. രണ്ടാമത്തേത് പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ സൗകര്യം. മൂന്നാമത്തേത് വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞില്ലേ? മൂന്നാമത്തെ സൗകര്യം. ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി എന്തിനാണ് പാർലമെന്റിൽ ചർച്ച എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സൗകര്യമായല്ലോ. രാവിലെ എഴുന്നേറ്റ് ഭരണപക്ഷം കുറെ പോസ്റ്റ് ഇടുക, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രതിപക്ഷം കുറെ പോസ്റ്റ് ഇടുക. പാർലമെന്റ് എന്തിനാണ് പഴയ പാർലമെന്റ് പോരാഞ്ഞിട്ട് കോടികൾ ചെലവഴിച്ച് പുതിയ പാർലമെന്റ് കെട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാണ് അവിടേക്ക് അംഗങ്ങളെ തികയ്ക്കാൻ വേണ്ടി പുതിയ ബില്ലുകൾ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? എക്സ് പോരെ, സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പോരെ പിന്നെ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് പ്രതിപക്ഷം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസവും കാണുന്നത് എന്താണ്? ഒരു വാക്ക് പൂർണ്ണമായും സംസാരിക്കാൻ കഴിയുന്നില്ല. അവഹേളനവും അധിക്ഷേപവുമാണ് ഉണ്ടാകുന്നത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് ചർച്ചയാകാമെന്ന് കഴിഞ്ഞ ദിവസം സ്പീക്കർ പറഞ്ഞു. ചർച്ചയാകാമെന്ന് പറഞ്ഞ് സ്പീക്കർ പിന്നെ പാർലമെന്റിലേക്ക് വരുന്നില്ല. ഒന്നാമത്തെ അധിക്ഷേപം. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ സംസാരിക്കാൻ എഴുന്നേറ്റ് ഒരു വരി തീർക്കുന്നതിന് മുമ്പ് സഭ പിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാഷ്ട്രീയ മല്ലികാർജ്ജുന ഖാർഗെയെ പോലെ മുതിർന്നൊരു നേതാവിനോട് ഒരു സഭ ചെയ്യുന്നതാണ്. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കുന്നു, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. KC വേണുഗോപാൽ ഏറെക്കുറെ സംസാരിച്ചു തുടങ്ങുന്നു, അപ്പോഴത്തേക്കും സഭ പിരിയുന്നു. ഇങ്ങനെ ഈ ഡൽഹി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയമോ, നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയമോ, അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവജനങ്ങളോട് ഇവിടുത്തെ പോലീസ് ചെയ്യുന്ന പീഡനങ്ങളോ, ഈ ഒരു വാക്കും പാർലമെന്റിൽ മുഴങ്ങേണ്ടതില്ല എന്ന തീരുമാനം രാഷ്ട്രീയമായി എടുത്തിരിക്കുന്നു. അപ്പോൾ പിരിഞ്ഞു കളയും സഭ. അതെന്ത് സഭയാണ്? അതിനാണോ ജനങ്ങളുടെ സഭ എന്ന് പറയേണ്ടത്? ഈ ഒരു വാക്ക് മിണ്ടിയാൽ അപ്പോൾ പിരിഞ്ഞു കളയുന്ന സഭ. ഇപ്പോൾ ഇന്ന് കാർഗിൽ ദിവസത്തിന്റെ അനുസ്മരണം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം 2 ദിവസം ഇനി സഭ കൂടേണ്ടതില്ല. 26-ാം തീയതിയാണല്ലോ. 24-ാം തീയതി അത് പറഞ്ഞ് 2 ദിവസത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അവിടെയാണ് CJP-യുമായി ഇന്ന് യോഗം നടക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നു പ്രധാനല്ലാതെ മറ്റെന്തും എന്നാണ്. പ്രധാന്റെ രാജിയല്ലാതെ മറ്റെന്തും എന്നുള്ളതാണ്. എന്താണ് ആവശ്യം? എന്താണ് തെരുവിൽ ഉയരുന്ന മുറവിളി? എന്താണ് ആവശ്യം? എന്താണ് മുദ്രാവാക്യം? അതിനെ മുഴുവനും റദ്ദാക്കിക്കൊണ്ട് പ്രധാനല്ലാതെ മറ്റെന്തും. 1 കോടി കൊടുക്കണോ? കൊടുക്കാം. കേസ് എടുക്കണ്ടേ? എടുക്കണ്ട. പോലീസുകാർക്കെതിരെ നടപടി വേണോ? എടുക്കാം. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന NTA താൽക്കാലിക ജീവനക്കാരെ വിട്ടതുപോലെ ഞങ്ങൾ 14 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ എണ്ണം എടുക്കുമോ?
ഇതാ ഇന്നും വന്ന് ജന്തർ മന്ദറിൽ പോയിരിക്കുന്ന പോയി ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്ന എന്നോട് ചർച്ചയിൽ പറഞ്ഞു നെയിം ബോർഡില്ല പോലീസുകാർക്കെന്ന്. ഇന്നലെയും നമ്മൾ മീറ്റ് കേസിൽ ഉന്നയിച്ചതാണ്. നെയിം ബോർഡില്ല പോലീസുകാർക്ക്. പോലീസുകാരെന്ന് അവർ അവകാശപ്പെടുകയാണ്. യൂണിഫോം പോലുമില്ല പത്തലുമായി തല്ലാൻ വരുന്നവരിൽ പലർക്കും. അപ്പൊ അങ്ങനെ പോലീസാണോ ഗുണ്ടകളാണോ എന്നറിയാത്ത ആളുകളെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? അവർ FIR ഇനി എടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുത്ത FIR രജിസ്റ്റർ റദ്ദാക്കും എന്ന് പറഞ്ഞാൽ മതിയോ? FIR എടുത്താൽ റദ്ദാക്കാൻ കഴിയുമോ? അതിനെന്തൊക്കെ നടപടികൾ വേണ്ടി വരും? ഇതൊക്കെ ഈ പറയുന്ന യുവാക്കൾക്കെതിരെ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കാൻ എഴുതേക്കുന്നു, സമ്മതിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എഴുതേക്കാൻ ശ്രമിക്കുന്നു, സമ്മതിക്കുന്നില്ല. CJP-യുമായിട്ടുള്ള ചർച്ച ഇന്ന് വരെ പൂർണ്ണ പരാജയമാണ്. തൊട്ടുപിന്നാലെ ചർച്ച പരാജയപ്പെടുന്നതിന് തൊട്ടുപിന്നാലെ PR സുനിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാന രാജിക്കില്ല എന്നുള്ളത്. നാളെ ഉച്ചവരെ സമയം ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാണ് എന്നും വ്യക്തമാകുന്നില്ല. നേരത്തെ PR സുനിൽ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആന്റി പേപ്പർ ലീക്ക് ബിൽ. പേപ്പർ ലീക്ക് എന്നൊന്ന ബില്ലിന്റെ പേരിൽ വന്നാൽ മതി എന്നത് മതി. ആന്റി പേപ്പർ ലീക്ക് ബിൽ എന്നൊരു ബില്ല് കൊണ്ടുവരും എന്നാണ് അറിയപ്പെടുന്നത്. നോക്കൂ, 2024 ഇത് ആദ്യമായിട്ടല്ലോ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം. നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2013. 2014 സുപ്രീം കോടതി ഇന്റർവെൻഷനോടുകൂടി 2014 15 നീറ്റ് നടക്കുന്നില്ല. പിന്നീട് 2016 മുതൽ നീറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഏത് കാലമാണ്, ഏത് ഭരണകാലമാണ്? അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിലും നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പുകളിലുമാണല്ലോ. അപ്പോൾ അതിന് വന്നിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ സംവിധാനവുമായി ബന്ധപ്പെട്ടോ ഏജൻസികളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾക്ക് ആര് മറുപടി പറയും? 2024 പേപ്പർ ലീക്ക് ഉണ്ടായി, വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം നടത്തുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ അന്നും റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അന്നും ഒരു നിയമം പാസ്സാക്കലാണ് ഉണ്ടായത്. ഇന്നും ഒരു നിയമം പാസ്സാക്കലാണ് പ്രതിവിധിയായി കാണുന്നത് എന്നുള്ളതാണ്. അന്ന് പാസ്സാക്കിയ നിയമത്തിന്റെ പേര് പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻസ് ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. അത് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ പ്രകാരം 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും. അതിന് പേരിൽ 10 വർഷം വരെ തടവ് ശിക്ഷയുമുണ്ട്. അപ്പം പര്യാപ്തമായ നിയമം രാജ്യത്ത് നിലവിലുണ്ട്. ഈ പിരിച്ചുവിട്ടപ്പെട്ട 47 പേർക്കെതിരെ ഈ വകുപ്പുകൾ പ്രകാരം ഈ സർക്കാർ കേസെടുക്കുമോ? 47 പേർ കുറ്റക്കാരായതുകൊണ്ടാണല്ലോ പിരിച്ചുവിട്ടിരിക്കുന്നത്. ആ 47 പേർക്കെതിരെ ഈ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമോ എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനി ഒരു പേപ്പർ ലീക്ക് ബിൽ, ആന്റി പേപ്പർ ലീക്ക് ബിൽ കൂടി കൊണ്ടുവരുന്നത് കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതാണ്. നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല. ഈ 47 പേർ ആരാണ് എന്നറിയില്ല. 30-30 ആളുകളാണ് NTAയിൽ ഉള്ളത്, സ്ഥിരം ജീവനക്കാർ. എത്ര പരീക്ഷ നടക്കുന്ന സംവിധാനമാണെന്ന് ആലോചിക്കണം. 37 പേരോ മറ്റുമാണ് അവർക്ക് സ്ഥിരം ജീവനക്കാരുള്ളത്, ബാക്കി മുഴുവൻ താൽക്കാലിക ജീവനക്കാർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്. കോടികൾ, എത്രയാണ്? 1.53 ലക്ഷം കോടി രൂപ ചെലവഴിക്കുന്ന ഒരു സംവിധാനത്തിന് 50 പേരെ സ്ഥിരം ജീവനക്കാരാക്കി വെക്കാൻ കഴിയുന്നില്ല. AI സംവിധാനം ഉപയോഗിച്ച് പേപ്പറുകൾ അടക്കം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന ആരോപണം. എന്നിട്ട് പഴയ UPA കാലത്തെ പരീക്ഷാ പേപ്പർ ലീക്കേജിനെ കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. എന്തിനാണ് നീറ്റ് പരീക്ഷ നടത്താൻ ഉള്ള തീരുമാനമുണ്ടാക്കിയത്? ഈ പരീക്ഷാ സംവിധാനത്തിന് പ്രശ്നമുണ്ട് എന്നും കേന്ദ്രീകൃത സംവിധാനം വേണം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് 2 വർഷം നിർത്തിവെക്കുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോൾ പഴുതടച്ചൊരു സംവിധാനം എന്നല്ലേ വിചാരിക്കുന്നത്? അപ്പോൾ ആ പഴുതുകൾ ഉണ്ടാക്കിയത് ആരാണ്? അതിന്റെ ലാഭക്കണ്ണുകൾ ഈ പറയുന്ന സ്വകാര്യ ഏജൻസികൾക്കടക്കം ട്രെയിനിങ് സെന്ററുകൾക്കടക്കം തുറന്നു കൊടുക്കുന്നത് ആരാണ്? എന്താണ് അതിലെ ബന്ധം, രാഷ്ട്രീയ ബന്ധം? ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന ചികിത്സകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് എനിക്കുറപ്പ് ൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നോക്കൂ, ധാർമ്മികമായ ഗ്രൗണ്ടിൽ രാജിവെക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് എന്താണ്? ധാർമ്മികതയാണ്. അതുണ്ടെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്തിരിക്കില്ല. അതെന്നേ നരേന്ദ്രമോദി ചോദിച്ചു വാങ്ങുമായിരുന്നു എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കീഴടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ സമരം അത് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തിന് അനീതികളോട് ശബ്ദമുയർത്താനുള്ള കഴിവും കെൽപ്പുമുണ്ട് എന്ന് അത് ബോധ്യപ്പെട്ടു. CJP പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാഗികമായി കീഴടങ്ങി എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. നരേന്ദ്രമോദി സർക്കാർ ഇതാ വിറച്ചു തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വിയർത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ പാർലമെന്റിൽ സഭ സമ്മേളിച്ചിരിക്കുന്ന വേളയിൽ പ്രതിപക്ഷത്തിന് മുഖം കൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ വന്ന് രാജ്യത്തോട് എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നടത്തിയ ആ കുറ്റസമ്മതം. ഞങ്ങൾ നടപടിയെടുത്തുകൊള്ളാം, NTA അഴിച്ചു പണിഞ്ഞുകൊള്ളാം, ആന്റി പേപ്പർ ലീക്ക് എന്നൊരു ബിൽ ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം, 10 വർഷം കഠിന തടവും 10 കോടി രൂപയും ശിക്ഷ വിധിച്ചുകൊള്ളാം എന്നാണ്. ഭാഗികമായി കേന്ദ്ര സർക്കാർ കീഴടങ്ങുകയും ഭാഗികമായി ഈ പ്രതിഷേധം വിജയിക്കുകയും ചെയ്ത ഒരു നിമിഷമായിരുന്നു അത്. ആരോടാണ് കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോടല്ല, രാജ്യത്തിലെ യുവജനതയോട്. ഒരു 10 വയസ്സുള്ള കുട്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് വരുമ്പോൾ അവനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്, പോലീസിൻ്റെ ലാത്തിയിടിക്കുള്ളിലെ. അവൻ്റെ മറുപടി ഞെട്ടിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞ മറുപടി, എൻ്റെ ഹീറോ ഭഗത് സിംഗ് ആണ്. ബോംബെയിൽ പോയാൽ നിങ്ങൾക്ക് റിയ അഹീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാം.
അവൾ ഒരൊറ്റ വാഹനത്തിന് മുന്നിൽ അവൾ കൈ വിരിച്ച് നെഞ്ചും വിരിച്ച് തലയുയർത്തി നിന്നപ്പോൾ പതറിപ്പോയത് മുംബൈ പോലീസാണ്. നിങ്ങൾക്ക് ബീഹാറിൽ പട്നയിലേക്ക് എത്തിയാൽ അവിടെ ചെറുപ്പക്കാരെ കാണാം, വാഹനങ്ങളുടെ വാതിൽ തുറന്നു വിടുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം. ജാർഖണ്ഡിലും ബംഗളൂരുവിലും കൊച്ചിയിലും നിങ്ങൾക്ക് കാണാം. ഈ സർക്കാർ ഇപ്പോൾ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യുവജനതയോടാണ്. സച്ചിൻ തെണ്ടുൽക്കർ മുതൽ വിസ്മയ മോഹൻലാൽ വരെ യുവജനതയുടെ ഐക്കണുകളോടാണ്. വേടൻ മുതൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവരും ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചിരുന്നവരും അടക്കം ഇന്നിപ്പോൾ അവർക്ക് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ BJPയുടെ ഭാഗമായ മുരളി മനോഹർ ജോഷിയാണ് ഇന്നലെ പോസ്റ്റിട്ട് പറഞ്ഞത് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ് എന്നത്. ഈ സർക്കാർ പരാജയപ്പെടുന്നത് BJPക്കുള്ളിലെ തന്നെ നിലവിലിരിക്കുന്ന വിമത ശബ്ദത്തോടാണ്. ഈ സർക്കാർ പരാജയപ്പെടുന്നത് സുപ്രീം കോടതി അഭിഭാഷകരടക്കമുള്ളവരോടാണ്. അവരിന്നലെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭാരത ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അങ്ങനെ നാനാ തുറകളിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് കൂടി നിൽക്കുന്നു, ഒരുമിച്ച് ഒരൊറ്റ ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. ആ ആവശ്യങ്ങളിൽ 3-ൽ 2 അംഗീകരിച്ചു. ഇനി അംഗീകരിക്കാനുള്ളത് ഒരെണ്ണം മാത്രം. പക്ഷേ അപ്പോഴും ഒരു കാപട്യം കാണിക്കുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന സുപ്രധാനമായ തീരുമാനമാണ് ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷാ ഏജൻസിയിൽ 47 പേരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര വിദഗ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ നമ്മളെ കബളിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ എടുത്തു നോക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2018 മുതൽ ഈ നിമിഷം വരെ നടത്തിയ പരീക്ഷകൾ എത്രയെന്നറിയാമോ? 270 പരീക്ഷകൾ. അതിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറിയാമോ? 6,60,00,000. ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 6.5 കോടി വിദ്യാർത്ഥികളെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച ഏജൻസിയിലെ മൊത്തം സ്റ്റാഫിൻ്റെ എണ്ണം അറിയാമോ? അവിടെയുള്ള പെർമനന്റ് സ്റ്റാഫിൻ്റെ മൊത്തത്തിലുള്ള എണ്ണം 39. അതിൽ എത്ര വേക്കൻസി? 15. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 24. 47 വരെ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്? 24 പെർമനന്റ് സ്റ്റാഫ് മാത്രം ഇപ്പോൾ പണിയെടുക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് 47 വരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് തന്നെ ഈ സർക്കാർ ഈ പ്രതിഷേധക്കാരോട് കാണിക്കുന്ന കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. കണ്ണിൽ പൊടിയിടലാണ്. പിരിച്ചുവിട്ടിരിക്കുന്നത് ആരെയാ? ഞാൻ നോക്കി. അവിടെ കോൺട്രാക്ച്വൽ സ്റ്റാഫായിട്ടുള്ളത് നിലവിൽ 73 പേരാണ്. അവരെയാണ് പിരിച്ചുവിടുന്നത്. തീർന്നില്ല. അവിടെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന 124 പേരുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന നീറ്റ് പോലെയുള്ള പരീക്ഷകൾ നടത്തുന്ന UGC പോലെയുള്ള പരീക്ഷകൾ നടത്തുന്ന ഒരു കേന്ദ്ര ഏജൻസി, ആ ഏജൻസിയെ 124ഓളം ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്, മറ്റ് ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പരീക്ഷ എവിടെയാണ് പോവുക? മറ്റ് കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. പരീക്ഷ ഔട്ട്സോഴ്സ് ചെയ്തു. ഈ സർക്കാർ എന്നുള്ളത്, ഈ സർക്കാരിൻ്റെ ഏറ്റവും നല്ല പേര് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ എന്നുള്ളതായിരുന്നല്ലോ. എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർക്കാർ ഔട്ട്സോഴ്സ് ചെയ്ത് പരീക്ഷ നടത്തിപ്പ് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 39 പേർ മാത്രം സ്ഥിരം. അതിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 24 പേർ. 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നത് കോൺട്രാക്ച്വൽ ഔട്ട്സോഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ വിദ്യാർത്ഥികളോട് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാവില്ലെന്ന് കരുതുന്ന ഈ കേന്ദ്ര സർക്കാർ അതെ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി നോക്കുന്ന പരീക്ഷയല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആ കണക്ക് പറഞ്ഞതല്ലേ? നമ്മുടെ ഈ രാജ്യത്ത് മൊത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് 55,000 കോടി രൂപയാണ്. 55,000 കോടി രൂപ. എന്നാൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിക്ഷേപവും അവരുടെ വരുമാനവും ടേൺ ഓവറും കൂട്ടി നോക്കിയാൽ ഏകദേശം 1.25 ലക്ഷം കോടിയോളം വരും. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ സ്വകാര്യ ഏജൻസികൾ പണം മുടക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുക്കുന്നത് ഈ ഔട്ട്സോഴ്സ് ചെയ്ത ഉദ്യോഗസ്ഥരും കോൺട്രാക്ച്വൽ സ്റ്റാഫും അടക്കമുള്ള വലിയ ലോബിയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് 14 വിദ്യാർത്ഥികൾക്കാണ്. അവർക്ക് നീതി വേണം എന്നതാണ് ഈ സമരത്തിൻ്റെ ആവശ്യം. അതാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യം ഒഴിച്ച് ബാക്കി എല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്ന നീക്കം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. പക്ഷേ അപ്പോഴും ഈ 3-ൽ 2 പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുന്നു. ഈ മരിച്ച കുട്ടികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറയുന്നു. ഒരു സമരം ചെയ്ത വിദ്യാർത്ഥിക്ക് നേരെയും ഞങ്ങൾ കേസെടുക്കില്ല എന്ന് പറയുന്നു. ആൻറ്റി പേപ്പർ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ജനതയുടെ മുന്നിൽ നമ്മൾ തലയുയർത്തി എങ്ങനെ നിൽക്കും? ആൻറ്റി പേപ്പർ ലീക്ക് ബിൽ എന്ന് പറയുന്നൊരു ബില്ല് കൊണ്ടുവരികയാണ്. ഈ രാജ്യത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ധരിക്കുന്ന ഡയപ്പറിന് പോലും നമ്മുടെ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കിന് തടയാനുള്ള ശേഷിയേക്കാൾ വലിയ ശേഷിയുണ്ട് സാർ.
ഈ നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെ. നമ്മുടെ കുട്ടികൾ ധരിക്കുന്ന ഡയപ്പറിന് ശേഷിയുണ്ട്. ഈ NTA പേപ്പർ ലീക്കിന്റെ കരുത്തിനേക്കാൾ വലിയ കരുത്തുണ്ട് ഈ കുട്ടികളുടെ ഡയപ്പറിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സംവിധാനമാണ് പൊളിഞ്ഞ് പാളിസായി കിടക്കുക. അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിയുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ. ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതിരിക്കാൻ പല കാരണങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട് മാധു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ഫാക്ടറുകൾ. ഒന്ന്, ഹീസ് വെരി ലോയൽ ടു RSS. 40 വർഷത്തോളം RSSന് വേണ്ടി പണിയെടുത്ത് RSSന്റെ ശാഖയിൽ വളർന്ന നേതാവാണ്. ലോയൽറ്റി ടു ദി RSS ആണ് നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ആൻഡ് ഒഡീഷ പൊളിറ്റിക്സ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ഏതാ? ഛാസ കമ്മ്യൂണിറ്റി, ഒഡീഷയിലെ പ്രബലമായ OBC കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൊരു നേതാവിനെ പുറത്തു കളഞ്ഞാൽ ഉണ്ടാവുന്ന ഇക്വേഷൻസിനെ ഭയക്കുന്നു. കാര്യം ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ കാലഘട്ടത്തെ അവസാനിപ്പിച്ച നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ, ഹീസ് എൻ ഇലക്ഷൻ മാനേജർ. നോക്കൂ, കർണാടകയിൽ, ഒഡീഷയിൽ, ജാർഖണ്ഡിൽ ഒക്കെ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെ അത്ര പെട്ടെന്ന് BJPക്ക് കളയാൻ പറ്റുന്ന നേതാവല്ല എന്നുള്ളതാണ്. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ ഏതെങ്കിലും ഒരു ആരോപണത്തിന് പുറത്ത് കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു പോളിസി ഉണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോ റെസിഗ്നേഷൻ പോളിസിയാണ്. എത്ര ആരോപണം വന്നാലും ഞങ്ങളുടെ മന്ത്രിമാർ പിടിച്ചു നിൽക്കും എന്നതാണ് അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. നോ റെസിഗ്നേഷൻ പോളിസി അതാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ അവർ തോറ്റു തുടങ്ങുന്നു ഈ യുവജനതയുടെ കരുത്തിന് മുന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ചെറുതല്ലാത്ത വിധം വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തുടനീളം അത് അലയടിക്കുന്നു എന്നുള്ളതാണ്. അതിന് ചരിത്രത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. 1973-74 നേരത്തെ ഉണ്ടായിരുന്ന ജയപ്രകാശ് നാരായണന്റെ വലിയ മൂവ്മെന്റ് ഉണ്ട്, JP മൂവ്മെന്റ്. ആ JP മൂവ്മെന്റ് എന്ന് പറയുന്നത് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെയും ബീഹാറിലെ മുഖ്യമന്ത്രിയെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ മൂവ്മെന്റ് ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് JP മൂവ്മെന്റ് വലിയ ശക്തി ആർജിച്ചു. അവിടെ ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ഛാത്ര സംഘർഷ സമിതിയൊക്കെ രൂപീകരിക്കുന്നു. അഹമ്മദാബാദിൽ നവനിർമ്മാൺ എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി, യുവ സമിതി രൂപീകരിക്കുന്നു. അതിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ജനതാ പാർട്ടി എന്ന വിശാലമായ സഖ്യത്തിലേക്ക് വരുന്നത്. അന്ന് JP മൂവ്മെന്റിന് തുടക്കം കുറിച്ചതും വിദ്യാർത്ഥികളാണ് എന്നത് മറക്കരുത്. അതിന്റെ കാരണം തൊഴിലില്ലായ്മയായിരുന്നു. കാലി എണ്ണപ്പത്രങ്ങളുമായിട്ടാണ് അന്ന് JP മൂവ്മെന്റിൽ വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങിയത്. അന്ന് നേരിട്ടത് ഇന്ദിരാഗാന്ധി ആയിരുന്നുവെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ചരിത്രം 1973 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു JP മൂവ്മെന്റിന്റെ തുടർച്ച നമ്മൾ 2026 കാണുന്നത് ഈ വിദ്യാർത്ഥികളിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അവർക്ക് അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല പ്രശ്നം. ആ വിദ്യാർത്ഥികൾ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ആവശ്യത്തിലാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് നിലവിൽ നമുക്ക് വിറച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രിക്ക് ഞെട്ടിയുണർന്ന് രാജ്യത്തോട് അഭിസംബോധന ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതും പാർലമെന്റിൽ വരാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നാണക്കേടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാട്ടിലുണ്ടായിരിക്കെ ഇന്ത്യ മുഴുവൻ കത്തുന്ന രാഷ്ട്രീയ വിഷയം തെരുവിൽ അലയടിക്കവേ പ്രതിപക്ഷത്തെ കാണാൻ ഭയന്ന് ഒരു ഭീരുവിനെ പോലെ അർദ്ധരാത്രിയിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ഷെയർ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ NTA-യിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു, ഞങ്ങളൊരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടയിലാണ്. അത് ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഈ യുവജനത, തെരുവിലിറങ്ങിക്കഴിഞ്ഞ യുവജനതയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളായിരിക്കും. ഇത് അന്തിമമായി വിജയിക്കുമോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കീഴടങ്ങുമോ എന്നതും ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പക്ഷേ മോദി സർക്കാർ വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 തവണയാണ് കേന്ദ്ര സർക്കാർ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് വിളിച്ചത്. 4 തവണയാണ്. ആശുപത്രിയിലേക്ക് മന്ത്രിമാരുടെ സംഘം പോവുകയാണ് സോനം വാങ്ചുക്കിനെ കാണാൻ. അവരുടെ ആകെ വിജയം സോനം വാങ്ചുക്കിനെ കൊണ്ട് നിരാഹാരം അവസാനിപ്പിച്ചു എന്നത് മാത്രമാണ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടി നാളെ ഉച്ചയ്ക്ക് വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ നിരത്തിൽ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ര വേഗം ഈ CJPയുടെ പ്രതിരോധത്തെ മറികടക്കുക സാധ്യമല്ല. കാരണം അതൊരു തരംഗമായി രാജ്യമൊട്ടാകെ പടർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഭാഗികമായി കീഴടങ്ങിക്കഴിഞ്ഞു. ബാക്കി ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. ആന്റോ അഗസ്റ്റിൻ, കീഴടങ്ങുമോ കേന്ദ്ര സർക്കാർ? വിദേശ ഫണ്ട് മേടിച്ച് സമരം തുടങ്ങിയെന്ന് പറഞ്ഞാൽ CJPയുടെ മുന്നിൽ അടിപതർന്നാണ് കാണുന്നത്. BJP പോയി അടിപതറുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള. രാത്രി 12 മണിക്ക് സെൽഫി വീഡിയോയിലൂടെ നരേന്ദ്രമോദി ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സെൽഫി വീഡിയോ ആണ്.
സെൽഫി വീഡിയോ എടുത്ത് എക്സിൽ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തി എന്നുള്ളതാണ്. ഇന്ത്യയിലെ എം പിമാരെ കാണാൻ കഴിയുന്നില്ല, ഇന്ത്യയുടെ നേതാക്കന്മാരെ കാണാൻ കഴിയുന്നില്ല, ഇന്ത്യയുടെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നില്ല, ഈ മരണപ്പെട്ട ആൾക്കാരെ കാണാൻ കഴിയുന്നില്ല. കുട്ടികളും യുവജനങ്ങളും മുഴുവൻ പോലീസിൻ്റെ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മേടിക്കുമ്പോൾ സെൽഫി വീഡിയോയിലൂടെ രാത്രി 12 മണിക്കാണ്, രാത്രി 12 മണിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തി എന്ന് പറയുന്നത് കുട്ടികളുടെ മുന്നിൽ BJP അടിപതറി എന്ന് പറയുന്നത് ഏറ്റവും ഉദാഹരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമായിരുന്നു ഈ എൻട്രൻസ് എക്സാമുകളെല്ലാം. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നല്ലോ. അതിനനുസരിച്ചിട്ടാണല്ലോ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിരുന്നതും അവർ പഠിച്ചിരുന്നതും അങ്ങനെയായിരുന്നല്ലോ. ഈ സംവിധാനങ്ങളെ എല്ലാം കൂടി കേന്ദ്രത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ സംവിധാനമായിട്ട് ഒറ്റ എക്സാമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനൊരു ഹെഡില്ല, അതിനൊരു തലവനില്ല, അതിനൊരു നല്ല ഒരു 100 സ്റ്റാഫില്ല. അതിനാകെയുള്ളത് എത്രയാണ്? 34 പേരാണ് ആകെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ടുള്ളത്. 124 ആൾക്കാരെ കമ്പനി ഔട്ട്സോഴ്സ് ചെയ്തേക്കാണ്. പല കമ്പനികളിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിരിക്കുകയാണ്. അവരോട് നടത്തിക്കൊള്ളാൻ പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണോ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സംവിധാനത്തെ കേന്ദ്ര നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവന്നത്? അപ്പോൾ ഇതിനെയൊന്നും ഒരു രൂപീകരണവും ഇല്ലാതെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൈയിടാൻ വേണ്ടിയിട്ട്, സംസ്ഥാനങ്ങളുടെ ഭരണ ചുമതല ഇടപെടാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന നാഷണൽ വിദ്യാഭ്യാസ പോളിസികൾ മുഴുവൻ കൊണ്ടുവന്ന് RSSന് സംഘപരിവാറിനും അതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടു പോയതാണ് ഇതെല്ലാം. അതിൻ്റെ ഭാഗത്ത് പരാജയപ്പെട്ടു പോയതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, എത്ര വൃത്തിയായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേരളത്തിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ടോ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? എവിടെയും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയുന്നത് എന്താണ്? ഇവരുടെ കോളേജുകൾ, സ്കൂളുകൾ മാത്രം കാണാം. സെൻട്രൽ കേന്ദ്ര വിദ്യാലയം മാത്രം കാണാം. കേന്ദ്ര വിദ്യാലയം അല്ലാതെ വേറെ എന്താണുള്ളത് കേരളത്തിൽ? അവർക്കാണോ ഈ പറയുന്ന കേരളത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ എക്സാം നടത്താൻ വേണ്ടി പറ്റുക? കേരളത്തിൽ നടക്കുന്ന കോളേജുകളും മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം അതാത് സംസ്ഥാനങ്ങൾ നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അതാത് സംസ്ഥാനത്തിൻ്റെ കീഴിലാണ്. അവർക്ക് എത്ര വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം കൂടി ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് സെൻട്രൽ ഒറ്റ എക്സാമാക്കി മാറ്റി ഈ പറഞ്ഞ സംവിധാനത്തെ തച്ചുടച്ചു. കഴിഞ്ഞ അരുൺ സാറ് പറഞ്ഞല്ലോ, ഒരു വർഷം ഏകദേശം 60 ലക്ഷം എക്സാമാണ് ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 60 ലക്ഷം എക്സാം എന്തൊക്കെയാണ്? നീറ്റ്, JEE, KUET, UGC, നെറ്റ് ഒക്കെ ഇതിൻ്റെ കീഴിലാണ്. ഇതൊക്കെ കൂടെ നടത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണത്തിൽ മാത്രമേ ഈ പ്രശ്നമായിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ ദൈവത്തിനറിയാം. അപ്പം ഇവർ നടത്തിയ എക്സാം തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പം പറയുകയാണ് 47 പേരെ പിരിച്ചു വിട്ടു എന്നുള്ളത്. എവിടുന്നാ? ഈ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നാണോ? അല്ലെങ്കിൽ അവിടെ തൂപ്പുകാരെയും സെക്യൂരിറ്റീനെയും ഒക്കെ പിരിച്ചു വിട്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ വന്ന് പറയുന്നത് ജനങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? ഒരു ലോജിക്ക് വേണ്ടേ? പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ? അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു വളരെ തുച്ഛമായി അവഗണിച്ച് പാകിസ്ഥാൻ്റെ ഫണ്ടാണ്, അഫ്ഗാനിസ്ഥാൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കാൻ സമരം ചെയ്യാൻ വന്നവരാണെന്നൊക്കെ പറഞ്ഞവരെ മുന്നിൽ പോയി BJP ഇരുന്ന് കൊടുക്കുകയാണ് 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ. ഒരു മടിയില്ല. അപ്പോൾ എന്താ ഇവർക്ക് അന്നേരം? അപ്പം വിദേശ ഫണ്ട് മേടിച്ച ആൾക്കാരുമായിട്ടാണ് ഇപ്പോൾ ഡീല്. ഇവരാണല്ലോ ആദ്യം പറഞ്ഞത് ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ വിദേശ ഫണ്ട് മേടിച്ച് സമരം ചെയ്യുന്നവരാണ്. വഴി കാണിച്ചു കൊടുക്കുന്നതൊക്കെയാണ്. എന്നിട്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ പോയി നിൽക്കുവാണ് ഇവരുടെ മുന്നില്. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അപ്പോൾ ഇവരെന്ത് ലോജിക്കോടുകൂടി ഇതൊക്കെ പറയുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പാകിസ്ഥാനിലേക്ക് പോകാനും, രണ്ട് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെങ്കിലും പോകാൻ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ പോയി നിന്ന് കൊടുക്കുന്നത്. ഒരാളുടെ മുന്നിൽ തോറ്റിട്ടുള്ളൂ കഴിഞ്ഞ 12 വർഷമായിട്ട്. അത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ മുന്നിലാണ്. ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ലല്ലോ. ED അവിടെ വർക്കാവുന്നില്ല, ഇൻകം ടാക്സ് അവിടെ വർക്കാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല. കാരണം വിദ്യാർത്ഥികളാണ്. അവർ സമരത്തിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ തരാം പെല്ലറ്റ് തോക്ക് വെച്ച് വെടിവെക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ സർക്കാർ മാറി എന്നുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന സർക്കാർ പെല്ലറ്റ് തോക്കെടുത്ത് വിദ്യാർത്ഥികളെ വെടിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ തോറ്റു എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് എത്രയാണ് ബാക്കി ഈ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാനൻ്റെ രാജിവെച്ച് ബാക്കി എന്തോ അംഗീകരിക്കും. നിങ്ങൾക്ക് മരിച്ചവർക്ക് 1 കോടി കൊടുക്കണോ? കൊടുക്കുക. നിങ്ങളുടെ കേസ് വിഡ്രോ ചെയ്യുക. പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക. പക്ഷേ ധർമ്മേന്ദ്രൻ്റെ പ്രധാനൻ്റെ കാര്യം ആലോചിക്കാൻ വേണ്ടി ഇനി ഒരു ദിവസം സമയം വേണം പോലും. പിന്നെ ഇവരെന്ത് ചർച്ച ചെയ്യുന്ന ആവശ്യം എന്താണ്? വിദ്യാർത്ഥികളുടെ ആവശ്യം എന്താണ്? കേരളത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാനൻ്റെ രാജിയാണ്. കേന്ദ്രമന്ത്രിമാർ വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ CJP അതിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ്. സമ്മർദ്ദം അത്ര വലുതാണല്ലോ. കാരണം 1-2 ആൾക്കാരില്ലെന്ന് ഇന്ത്യയുടെ BJPയുടെ പ്രസിഡന്റ് ആയിരുന്ന JP നദ്ദ വന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു അല്ലേ? ഏറ്റവും മുതിർന്ന നേതാവാണ്. ഒരു സ്ഥലത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പിടിച്ചു നിൽക്കാൻ ഈ കുട്ടികളെ വളർത്തിയിട്ടുള്ളതാണ്.
ഈ പറയുന്ന ചെറിയ കുട്ടികൾ ഈ പറയുന്ന BJPയുടെ പവർ ഹൗസിന് മുന്നിൽ വിറയില്ലാതെ നിൽക്കുകയും ഇവരോട് തർക്കിക്കുകയും ഇവരോട് സംസാരിക്കുകയും ഇവർക്ക് ലെറ്റർ കൊടുത്ത് ഇറങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ആൾക്കാരാണ് ഡൽഹിക്ക് എത്തുന്നതെന്നറിയോ? ഈ ഡൽഹിയിലേക്ക് എത്താനുള്ള ദൂരം കാരണമാണ് ആൾക്കാർ പലതും എത്താത്തത്. പലരും വഴിയിലാണ്, അവിടെ എത്താത്തത് കൊണ്ടാണ്. എല്ലാം ഡൽഹി ചെലവെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവരുടെ വിഷമം അനുഭവിച്ചതാണ് വിദ്യാർത്ഥികൾ മുഴുവൻ. നിങ്ങൾ പറയുന്ന പോലെ, കാരണം എല്ലാ വിദ്യാർത്ഥികളും സ്വപ്നമുണ്ടെന്നേ, സ്വപ്നത്തിൻ്റെ മേലത്തല്ല വിദ്യാർത്ഥികൾ വളരുന്നത്. അവരെ സ്വപ്നത്തെ മുഴുവൻ തച്ചുടക്കിയല്ലേ ഇവർ. അവർ ഇനി വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെയായിരിക്കും തോറ്റിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭാഗമല്ലാതായിപ്പോൾ. എനിക്ക് MBBS എടുക്കണമായിരുന്നു, എനിക്ക് BDS എടുക്കണമായിരുന്നു, എനിക്ക് എഞ്ചിനീയർ ആവണമായിരുന്നു. ഞാൻ എഞ്ചിനീയർ ആവാതിരിക്കുന്ന കാരണം, ഞാൻ BDS എടുക്കാതിരിക്കാനുള്ള കാരണം, ഞാൻ ഡോക്ടർ ആകാതിരിക്കാനുള്ള കാരണമൊക്കെ ഇതുപോലുള്ള എക്സാം ഏജൻസികൾ AI-യിൽ നോക്കി ചോദ്യപേപ്പർ ഉണ്ടാക്കി കൊടുക്കാനായിരുന്നെങ്കിൽ അത് ഇവരെന്തിനാ പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കേണ്ട കാര്യം. ഈ 174 കമ്പനികളിൽ നിന്ന് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തല്ലോ പിന്നെ ഈ NTC-യിലേക്ക്. അത് ഏതൊക്കെ കമ്പനീൻ്റെ ആൾക്കാരാ? ഇവരുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണെന്ന് ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ വരുമാനം. ഒരു സംസ്ഥാനത്തിന് അത്രയും ബഡ്ജറ്റില്ല. അപ്പോൾ അത്രയും വലിയ സംവിധാനം കൈകാര്യം ചെയ്യുമ്പോൾ അവർ ആകെ പിടിച്ചേക്കുന്നതിനാണ് ഈ എക്സാമിൻ്റെ വിലയ്ക്കാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആൻറ്റി പേപ്പർ ലീക്ക് ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ബോധ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇവർക്ക് ഇതിൻ്റെ ലീക്ക് തടയാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി നിയമം കൊണ്ടുവരാണ്. ഒന്നും വേണ്ട സാർ, 2 ആൾക്കാരെ മര്യാദയ്ക്ക് ബോധമുള്ളവരെ വെച്ചാൽ തീരും ഈ പറയുന്ന പ്രശ്നം. അതിന് പകരം ലീക്ക് ബില്ല് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിന് ശിക്ഷിച്ച് ജയിലിടാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇപ്പോൾ പിടിച്ചവരെ ജയിലിൽ ഇപ്പോൾ ആദ്യം ഇവർ കണ്ടെത്തിയിട്ട് ജയിലിടുകയല്ല ആദ്യം വേണ്ടത്. എന്തൊരു നടപടി സ്വീകരിച്ചോ? ഇപ്പോൾ ഈ പറയുന്ന അവിടുത്തെ അടിച്ചെടുക്കാരെയും തോൽപ്പാരെയും ഒക്കെ പുറത്താക്കിയതായിരിക്കും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ടാവുക. എന്നൊരു പേരും ഇല്ല, അഡ്രസ്സും ഇല്ല. ഇവരൊന്നങ്ങ് പറയുകയാണ് ഇതിങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ നേരത്തെ മാധു പറഞ്ഞ പോലെ ഈ സോനം വാങ്ചുക്കിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ അദ്ദേഹം സമരം അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. അത് വലിയ ക്രെഡിറ്റാക്കാണ്. ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസാനിപ്പിച്ചത് വലിയ ക്രെഡിറ്റല്ല. ഇത്രയും നാൾ അവരെ ജയിലിൽ ഈ സമരത്തിൽ കിടത്തിയതാണല്ലോ ഇവർ ഈ പറയുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരും BJPയും ഈ കുട്ടികളുടെ മുന്നിൽ, ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ മുട്ടുപറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.